നമസ്കാരം മക്കളെ, സുബർ സാറാണ്. മറ്റൊരു +1 ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മുടെ ഏറ്റവും ബുദ്ധിമുട്ടുള്ള ഒരു ചാപ്റ്ററാണ് ട്രിഗണോമെട്രി ഫങ്ഷൻസ്. നമ്മൾ 10ാം ക്ലാസ്സിലൊക്കെ പഠിച്ച മാതിരി അല്ല എന്നുള്ളത് പഠിച്ചു തുടങ്ങിയവർക്ക് മനസ്സിലായി. അങ്ങനെയൊന്നും ഇവനെ പഠിച്ചെടുത്ത് തീർക്കാൻ പറ്റില്ല എന്നുള്ളത്, ആ ഫോർമുലാസുകൾ കുറേ ഉണ്ടെന്നൊക്കെ ഉള്ളത് തിരിച്ചറിഞ്ഞു. എല്ലാ വർഷങ്ങളിലും കുട്ടികൾക്ക് ഏറ്റവും ബുദ്ധിമുട്ടുള്ള ചാപ്റ്ററാണ് ട്രിഗണോമെട്രി. അതിന് കാരണം മറ്റൊന്നുമല്ല, ഫോർമുലാസുകൾ ഒത്തിരി ഉണ്ട്. അപ്പൊ എല്ലാവരെയും എനിക്ക് ഫോർമുലാസ് അങ്ങ് പഠിച്ച് തീർത്താൽ എല്ലാം ഓക്കെയാണ്. ഒന്നുമല്ല, ഫോർമുലാസുകൾ ഫസ്റ്റ് സ്റ്റെപ്പായിട്ട് വേണം. അതുണ്ടെങ്കിൽ അടുത്ത സ്റ്റെപ്പിലോട്ട് കയറാൻ പറ്റുള്ളൂ. അല്ല, ഫോർമുലാസ് അങ്ങോട്ട് പഠിച്ചു വെച്ച് കഴിഞ്ഞാൽ എല്ലാ പ്രോബ്ലം ചെയ്യാൻ പറ്റുമെന്നുള്ള ധാരണയും വേണ്ട. ഇവനെയൊക്കെ നിങ്ങൾ നന്നായിട്ട് പഠിച്ചില്ല എങ്കിൽ നമ്മുടെ ഹയർ സ്റ്റഡി ഏത് ഇതാണേലും ബുദ്ധിമുട്ടാവും. അപ്പൊ നമ്മൾ ആയിരിക്കും മാത്സ് ഒന്നും ഞാൻ പഠിച്ചു പോകുന്നില്ല. നിങ്ങൾ മാത്സ് ഇല്ലാതെ ഒരു കാര്യത്തിന് മുന്നോട്ട് പോകുന്തോറും നിങ്ങളെ കാത്തിരിക്കുന്നത് അതിഭയങ്കരമായിട്ടുള്ള ബുദ്ധിമുട്ടുകളായിരിക്കും. ഒരു ജോലിക്ക് വേണ്ട ഒരു ടെസ്റ്റ് എഴുതാൻ പോകുമ്പോൾ മാത്സ് നിങ്ങളുടെ മുന്നിൽ വരും. അന്നേരം ഈ പഠിക്കാത്തവരൊക്കെ അവിടെ ചെന്ന് ഇതിന്റെ മുന്നിൽ ചെന്ന് പെട്ട് പ്രശ്നമാവും. അതുകൊണ്ട് ഇപ്പൊ ഈ കിട്ടുന്ന ചാൻസ് ഉപയോഗിച്ചോണം, നന്നായിട്ട് പഠിക്കാൻ ശ്രമിച്ചോണം. ഇപ്പോഴത്തെ കാലത്ത് ജോലി ഒന്നാമതെ കുറവാണ്. അതുകൊണ്ട് ഈ സമയത്ത് ഉഴപ്പും കൂടെ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഒന്നും ചെയ്യാനില്ല കേട്ടോ. ഓക്കെ, കൂടുതൽ സമയമൊന്നും കളയണ്ട, നമ്മളങ്ങോട്ട് തുടങ്ങിയാണ്. നമ്മുടെ ക്ലാസ് ഒക്കെ ഉണ്ട്, നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം. അടിപൊളിയായിട്ടുള്ള ക്ലാസ് ആയിരിക്കും. സിമ്പിൾ ആയിട്ടുള്ള മെത്തേഡ്സുകൾ അതിനുള്ളിൽ യൂസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എളുപ്പത്തിൽ പഠിക്കാൻ പറ്റും. ജോയിൻ ചെയ്യാൻ തന്നുള്ള നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. സ്റ്റാർട്ട് ചെയ്യാം. ക്വസ്റ്റ്യൻ നോക്കിക്കേ, വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഏറ്റവും റീസെന്റ് ആയിട്ട് ചോദിച്ച ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ്. പ്രൂവ് ദാറ്റ് cos 3π/4 + x - cos 3π/4 - x = -√2 sin x. ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. ഇതിനെ നമ്മളൊരു ക്വസ്റ്റ്യൻ കാണുമ്പോൾ ഇതിനെ നമുക്ക് ചെയ്തിപ്പോ ഈ ചാപ്റ്റർ തീർന്ന ഒരു കുട്ടിയാണെങ്കിൽ പോലും ഈ ക്വസ്റ്റ്യൻ കാണുമ്പോൾ ഇപ്പൊ അറിയില്ല എന്ന് പറയും. ഇപ്പൊ സ്കൂളിൽ പഠിപ്പിച്ചതൊക്കെ ആണെങ്കിൽ പോലും പറയും ഇതെനിക്ക് അറിയത്തില്ല. ഇത് ഞാൻ ഒന്ന് പറയും പഠിപ്പിച്ചില്ല എന്ന് പറയും. ഇനി പഠിപ്പിച്ചോന്ന് എനിക്ക് അറിയത്തില്ലെന്ന് പറയും. ഇനി പഠിപ്പിച്ചെന്ന് അറിയാലും ചെയ്യാൻ അറിയത്തില്ല എന്ന് പറയും. പക്ഷെ എക്സാമിന് വന്ന ക്വസ്റ്റ്യൻ ആണ് ഈ ആട്ടെ. ഓക്കെ, അപ്പൊ അവിടെ ഇതിനെ നമുക്ക് വിടാൻ പറ്റില്ല. ഇത് നമുക്ക് ഏറ്റവും നല്ല ആപ്റ്റായിട്ടുള്ള മെത്തേഡ് എന്ന് പറഞ്ഞാൽ ഞാൻ നോക്കിക്കേ, കോസിന്റെ ഒരു ടൈം മൈനസ് മറ്റൊരു കോസിന്റെ ടൈം, ഇതിന്റെ ഇടയ്ക്ക് എന്താണ് ഡിഫറൻസ്. അപ്പൊ നമുക്ക് ആ മെത്തേഡ് ഉണ്ട്, cos c - cos d അല്ലെങ്കിൽ cos x - cos y പഠിച്ചില്ലേ, അത് തന്നെ. ഞാനിപ്പോ cos c - cos d ആണ് യൂസ് ചെയ്യുന്നത്. cos c - cos d ഓർമ്മയുണ്ടെങ്കിൽ ഒന്ന് ആലോചിച്ച് വെച്ചേരെ. cos c - cos d എന്ന് പറഞ്ഞാൽ ഞാനിപ്പോ പറയുന്നതിന് മുമ്പായിട്ട് സ്റ്റാർട്ടിങ് വല്ലതും കിട്ടുന്നുണ്ടോ? ഇതാണ് സ്റ്റാർട്ടിങ്. -2 sin c + d/2 again sin c - d/2. ഇതാണ് നമ്മുടെ ഫോർമുല. cos c - cos d -2 sin c + d/2 sin c - d/2. cos c + cos d ഉണ്ട്, sin c + sin d ഉണ്ട്, sin c - sin d ഉണ്ട്. ഈ 4 പേരുടെ ഫേമസ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസുകൾ കുറേ ടെക്സ്റ്റ് ബുക്കിലുണ്ട് കേട്ടോ. ഇവനെയൊക്കെ നമ്മൾ ചുമ്മാതൊന്നും എടുത്ത് പഠിക്കാൻ പറ്റില്ല. ഇനി ഈ റിസൾട്ട് ആണെന്ന് മനസ്സിലായി എന്ന് പറഞ്ഞുകൊണ്ട് അങ്ങ് ചെയ്തു പോകാൻ പറ്റുമോ? ഇല്ല. ഇടയ്ക്കിടയ്ക്ക് വെച്ച് നമ്മളെ സിംപ്ലിഫിക്കേഷൻസുകൾ തടഞ്ഞു നിർത്തും. ഓക്കെ, അപ്പൊ അവനെയൊക്കെ പൊട്ടിച്ചറിഞ്ഞ് മുന്നോട്ട് പോകണമെങ്കിൽ പഠിക്കാനുള്ള മനസ്സുണ്ടാവണം, എന്നെങ്കിലേ പറ്റുള്ളൂ. ഓക്കെ, അപ്പൊ നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. എല്ലാവരും കണ്ടോണം. ഇവിടെ നമ്മൾ ക്വസ്റ്റ്യൻ അങ്ങോട്ട് എടുത്ത് എഴുതുകയാണ്. cos 3π/4 + x - cos 3π/4 - x. ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. ഇത് കണ്ടോ, നമ്മൾ ഈ റിസൾട്ടുമായിട്ട് റിലേറ്റ് ചെയ്യണം നിങ്ങളുടെ മനസ്സിൽ. ആ ഫോർമുല പഠിച്ചിട്ട് ഒരാൾ പറഞ്ഞു തരുമ്പോൾ ഓർക്കുമെങ്കിലും നമ്മുടെ എക്സാമിന് എത്തുമ്പോൾ ആരും പറഞ്ഞു തരാനില്ലല്ലോ. അപ്പൊ തന്നെ കണ്ടുപിടിക്കണ്ടേ. അപ്പൊ അത് ഇപ്പോഴേ പ്രാക്ടീസ് ചെയ്യണം. ഇതുണ്ടോ, കോസിന്റെ 2 ടേംസിന്റെ ഡിഫറൻസ്. അപ്പൊ ഇത്രയും ബ്രാക്കറ്റ് കിടക്കുന്ന ഫുള്ളിനെ നിങ്ങൾ ആരായിട്ട് കരുതണം? സി. രണ്ടാമത്തെ ബ്രാക്കറ്റ് കിടക്കുന്ന ഫുള്ളിനെ ആരായിട്ട് കരുതണം? ഡി. then that is in the form of cos c - cos d. എന്നിട്ട് ഈ റിസൾട്ട് ഉപയോഗിക്കണം. ഏത്? ഇവനെ ഉപയോഗിക്കുമ്പോഴൊക്കെ വളരെ ശ്രദ്ധിച്ച് വേണം എഴുതാൻ. അല്ലാതെ സ്പീഡിൽ എഴുതി കഴിഞ്ഞാലോ വൃത്തിയില്ലാതെ എഴുതി കഴിഞ്ഞാലോ ഒന്നും നമുക്ക് മനസ്സിലാകത്തില്ല. വളരെ സ്ലോയിൽ, കാരണം വലിയ സ്റ്റെപ്പൊക്കെയാണ് ഇപ്പൊ വരാൻ പോകുന്നത്, നിങ്ങൾക്ക് കാണാൻ പറ്റും. പിന്നെ ക്ലാസ്സുകളൊക്കെ ഇഷ്ടപ്പെട്ട മാക്സിമം ഒന്ന് ഷെയർ ചെയ്യാൻ ശ്രമിക്കുക നിങ്ങളുടെ കൂടെ. കാരണം ഓരോ പ്രോബ്ലം ചെയ്യുന്ന ഓരോരുത്തരും ഓരോ മെത്തേഡിലാണ്. അപ്പൊ ഏറ്റവും സിമ്പിളായിട്ടായിരിക്കും ഞാൻ ഉദ്ദേശിക്കുന്ന എന്റെ മെത്തേഡ് ഏറ്റവും സിമ്പിൾ ആണെന്നായിരിക്കും. വേറെ കാണുമായിരിക്കും, എനിക്കറിയില്ല. എന്നാലും ഞാൻ ഏറ്റവും നിങ്ങൾക്ക് എളുപ്പത്തിൽ പഠിക്കാൻ പറ്റുന്ന മെത്തേഡും ഏറ്റവും എളുപ്പത്തിൽ ചെയ്തു പോകുന്ന രീതികളുമാണ് കാണിച്ചു പോകുന്നത്. അത് തോന്നിയാൽ ഉറപ്പായിട്ടൊന്ന് ഷെയർ ചെയ്തേക്കണം. പിന്നെ ലൈക്കൊക്കെ പറ്റുന്നെങ്കിൽ ഒട്ടും മട്ടിക്കണ്ട, ചെയ്തു തരാം കേട്ടോ. ഓക്കെ, അപ്പോൾ ദാറ്റ് ഈസ് ആൻസർ ഈസ് സ്റ്റാർട്ടിങ് ഫ്രം ദിസ് -2. ഓക്കെ, നെക്സ്റ്റ് ഒരു സൈൻ, പിന്നെയും ഒരു സൈൻ. ആദ്യത്തെ സൈനുള്ളിൽ പ്ലസ്, രണ്ടാമത്തിനുള്ളിൽ മൈനസ്, അത്രമേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ -2 സൈൻ വലിയൊരു ബ്രാക്കറ്റ് ഇങ്ങനെ ഇട്ട ശേഷം സി
പ്ലസ് ഡി ബൈ ടു ദാറ്റ് ഈസ് 3π/4 പ്ലസ് എക്സ്, ഒരു ചെറിയ ബ്രാക്കറ്റ് ഇടുക, പ്ലസ് 3π/4 മൈനസ് എക്സ്, അതും മറ്റൊരു ബ്രാക്കറ്റ് ഇടുക, ബൈ ആരെഴുതുക 2. അപ്പൊ കണ്ടോ, -2 സൈൻ സി പ്ലസ് ഡി ബൈ 2 ആയി. ഇൻറ്റു അടുത്തെന്താണ്, ഇൻറ്റു എഗെയിൻ രണ്ടാമത്തെ സൈൻ, ഇവിടെ നിന്ന് തുടങ്ങുകയാണേ, ബ്രാക്കറ്റ് ഇട്ടു, സി മൈനസ് ഡി ബൈ 2, ഇത് തന്നെ എഴുതിയാൽ മതി, പ്ലസ് ഒന്ന് മാറ്റി മൈനസ് ആക്കിയാൽ മതി കേട്ടോ. അപ്പൊ വളരെ ശ്രദ്ധിച്ച് 3π/4 പ്ലസ് എക്സ് ബ്രാക്കറ്റ് മൈനസ് 3π/4 മൈനസ് എക്സ് ബൈ ആരാണ് 2. ഓക്കെ, വലിയൊരു സ്റ്റെപ്പ് കണ്ടോ, ഇത്രയും വൃത്തിയായിട്ട് ഇത് എഴുതിയില്ലെങ്കിൽ ബ്രാക്കറ്റ് ഒക്കെ ഇട്ട് കുളമാകും. ഓക്കെ, അതുകൊണ്ട് നല്ല സിമ്പിൾ ആയിട്ടും പക്ഷെ വളരെ ശ്രദ്ധിച്ച് എഴുതുകയും വേണം കേട്ടോ. ആൻസർ -2 സൈൻ. ഇവിടെ പ്ലസ് ആയതുകൊണ്ട് ഈ ബ്രാക്കറ്റുകളൊന്നും ഇല്ലേലും കുഴപ്പമില്ല കേട്ടോ. പക്ഷെ മൈനസ് ഇടയ്ക്ക് വന്ന ബ്രാക്കറ്റ് ഇവിടെ മസ്റ്റ് ആണ്, ഇവിടെ ഇല്ലേലും കുഴപ്പമില്ല, ഇവിടെ മസ്റ്റ് ആണ്. ഓക്കെ, ഞാൻ പിന്നെ എല്ലാവരും വൃത്തിക്ക് വേണ്ടി എല്ലാം ബ്രാക്കറ്റ് ഇട്ട് പോയേക്കാം കേട്ടോ, എന്തെങ്കിലും ഒരു വൃത്തിയുള്ളൂ, അല്ലാതെ ഇടയ്ക്ക് ഇങ്ങനെ ഇവിടെ ബ്രാക്കറ്റ് ഒക്കെ ഇല്ലെങ്കിൽ ഇതുമായിട്ട് മാച്ച് ആകത്തില്ല, അതുകൊണ്ട് എല്ലാം നല്ല വൃത്തിക്ക് ഇട്ടേക്കാം. ഇവിടെ നമുക്ക് വേണ്ടവരെ ഈ പ്ലസ് എക്സും മൈനസ് എക്സും വെട്ടിപ്പോകുന്നു എന്നുള്ളത് ഒരാൾ കാണിക്കുമ്പോൾ തോന്നുന്നത് നിങ്ങൾക്ക് തോന്നണം, അവിടെ വിജയിക്കുന്നത്. അതാണ്, അത് കണ്ടോ വെട്ടിപ്പോകുന്ന ഒരാൾ ഉണ്ടാ എന്ന് നിങ്ങളുടെ തലയിൽ നിന്നും വരണം. ഇല്ലെങ്കിൽ ഇത് വളരെ പാടായിട്ട് ഇങ്ങനെ ഓരോ സ്റ്റെപ്പ് നമ്മൾ പഠിപ്പിച്ച് മനസ്സിലായി പോകുമ്പോൾ തന്നെ ചെയ്യാൻ ശ്രമിച്ചില്ലെങ്കിൽ പണി കിട്ടും. അതുകൊണ്ട് ഇത് പഠിച്ചിട്ട് നോക്കാതെ എഴുതണം, ഇത് പറ്റുന്നുണ്ടോ എന്ന് കേട്ടോ. പിന്നുള്ളത് നമ്മുടെ ഉള്ളത് 3π/4 പ്ലസ് 3π/4 ആണ് അല്ലേ, ബൈ ആരുണ്ട് 2. ഇൻറ്റു എഗെയിൻ സൈൻ, രണ്ടാമത്തെ ബ്രാക്കറ്റിനുള്ളിൽ ഇവിടെ നമുക്ക് ഈ മൈനസ് ഉള്ളതുകൊണ്ട് ഉടനെ ചെയ്യാൻ പറ്റില്ല, ഈ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്തിട്ടേ സിംപ്ലിഫിക്കേഷൻ സ്റ്റാർട്ട് ചെയ്യാൻ പറ്റൂ. അപ്പൊ ഞാൻ ഇതങ്ങോട്ട് എഴുതുകയാണ്, 3π/4 പ്ലസ് എക്സ് എഴുതി, മൈനസ് അകത്തോട്ട് എന്നാൽ -3π/4 മൈനസ് മൈനസ് പ്ലസ് എക്സ് ബൈ 2. ഇതാണ് അടുത്ത സ്റ്റെപ്പ്. ഇവിടെ എന്തൊക്കെയാണ് സംഭവിക്കുന്നത് നോക്കിക്കഴിഞ്ഞാൽ, -2 സൈൻ 3π/4 പ്ലസ് 3π/4 ദാറ്റ് ഈസ് 2 ടൈംസ് ഓഫ് 3π/4 എന്നല്ലേ, ശരിയല്ലോ. എക്സ് പ്ലസ് എക്സ് നമ്മൾ കേട്ടുള്ള എക്സ് പ്ലസ് എക്സ് എന്ന് പറഞ്ഞാൽ 2x. അപ്പൊ 3π/4 പ്ലസ് 3π/4, 2 ടൈംസ് ഓഫ് 3π/4 അതാണ്. പിന്നുള്ള ബൈ 2 ഇവിടെ എഴുതി. ഈ 2 വെട്ടിക്കളയാം, ധൈര്യമായിട്ട് വെട്ടിക്കളയാം. പക്ഷെ നമുക്ക് തോന്നണ്ടേ അല്ലേ, നമ്മൾ ഇതിനെയൊക്കെ വേറെ എന്തൊക്കെയോ ചെയ്യും, ഇതുകൊണ്ട് ഇവനെ വേറെ വെട്ടും, അങ്ങനെയൊക്കെ അങ്ങ് തോന്നും. അതെല്ലാം തെറ്റായിട്ടുള്ള സ്റ്റെപ്സ് ആണ്. അപ്പം ഇത് ന്യൂമറേറ്റർ ബൈ 2. അപ്പൊ ഈ 2 വെട്ടി കഴിഞ്ഞാൽ ബാക്കി സൈനുള്ളിൽ 3π/4 എന്ന് മാത്രമായി. ഇവിടെ നോക്കിക്കേ, പ്ലസ് 3/4ഉം മൈനസ് 3π/4ഉം ക്യാൻസൽ ആയി. ബാക്കിയുള്ള സൈനുള്ളിൽ ബാക്കി ആരാ നോക്കിക്കേ, എക്സ് പ്ലസ് എക്സ് എത്രയാണ് 2x/2. അന്നേരം 2 വെട്ടിപ്പോയി. എന്ത് രസം അല്ലേ. അപ്പൊ ആൻസർ കണ്ടോ, സൈൻ എക്സ് തോണ്ടോ, സൈൻ എക്സ് കണ്ടു. അപ്പൊ പണ്ട് നമ്മുടെ അത്രയും കിട്ടി. ഇനി ഇവിടെ കണ്ടൊക്കെ എന്തോ കുഴപ്പമുണ്ട് അല്ലേ. ദാറ്റ് ഈസ് -2 സൈൻ 3π/4. ഈ 3π/4നെ സിംപ്ലിഫൈ ചെയ്യാൻ പല രീതിയിൽ ഓരോരുത്തരും പറയുന്നതൊക്കെ പൈ തന്നെ ചെയ്യാം, ഇല്ലെങ്കിൽ ഡിഗ്രിയിലോട്ട് മാറ്റി ചെയ്യാം. ഈ 3π/4 എന്ന് പറയാൻ ആക്ച്വലി എത്ര ഡിഗ്രി എന്നറിയാമോ? 3π/4 നമുക്കറിയാം. π/4 എത്ര? π/4 എന്ന് പറഞ്ഞാൽ എത്ര ഡിഗ്രി? 45 ഡിഗ്രിയാണ്, ശരിയല്ലേ? അപ്പൊ 3π/4 എത്ര ആയിരിക്കും? 3π/4 എന്ന് പറഞ്ഞാൽ 3 ടൈംസ് ഓഫ് 45. ആൻസർ ഈസ് 135. ആക്ച്വലി ഇവിടെ വന്നേക്കുന്നത് സൈൻ 3π/4 എന്ന് പറഞ്ഞാൽ സൈൻ ഓഫ് 135 ഡിഗ്രി ആണെന്ന് അർത്ഥം. ഇൻറ്റു അതിന്റെ കൂടെയുള്ള സൈൻ എക്സിനെ നമ്മൾ നോക്കി എഴുതി. ഓക്കെ ആണല്ലോ. ഇനിയുള്ളത് സൈൻ 135. അത് നമ്മുടെ റിഡക്ഷൻ ഫോർമുല അപ്ലൈ ചെയ്യണം. സൈൻ 135 എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത് നോക്കണം. സൈൻ 135 ഡിഗ്രിയെ നമുക്ക് ഫസ്റ്റ് സൈൻ ഓഫ് 180 മൈനസ് 45 എന്ന് എഴുതാം, ശരിയല്ലയോ? റിഡക്ഷൻ ഫോർമുല അപ്ലൈ ചെയ്യുമ്പോൾ 135 ഡിഗ്രി 135 ഡിഗ്രി എന്നുള്ളതിനെ 180 മൈനസ് 45 180 മൈനസ് 45 എന്ന് നമുക്ക് എക്സ്പ്രസ് ചെയ്യാം. അപ്പൊ സൈൻ 180 മൈനസ് 45 സൈൻ 180 മൈനസ് 45 എന്ന് പറയുമ്പോൾ പല ഫോർമുലാസ് പഠിക്കും. കുറേ ഫോർമുലാസ് ഉണ്ട്. സൈൻ 180 മൈനസ് എ, സൈൻ 180 പ്ലസ് എ, സൈൻ 90 പ്ലസ് എ, സൈൻ 90 മൈനസ് എ, സൈൻ 270 പ്ലസ് എ,
അതെല്ലാം കൂടെ പഠിച്ച് 48 ഇക്വേഷൻസ് ആർക്ക് പഠിക്കാൻ പറ്റും? അപ്പൊ നമ്മൾ വേണ്ടത് അതിൻ്റെ ലോജിക്കൽ ഫോമാണ്. 180 ഇവിടെ വന്നു കഴിഞ്ഞാൽ പിന്നെ ഒന്നും ചേഞ്ച് ചെയ്യത്തില്ല. സൈൻ ഓഫ് 45 എന്ന് നമുക്ക് എഴുതാം, ധൈര്യമായിട്ട് എഴുതാം 180. പക്ഷെ 270 ആണെങ്കിൽ മാറും കേട്ടോ. ഇത് 270 ആണെങ്കിൽ സൈൻ അല്ല എഴുതുന്നത്, കോസാ. പക്ഷെ 180 ആകുമ്പോൾ മാറത്തില്ല, സൈൻ എഴുതുക, 45 എഴുതുക. ഇനി നെക്സ്റ്റ് 180 മൈനസ് എന്നാകണം അല്ലേ, 180 മൈനസ് 45. 180 മൈനസ് എന്ന് കണ്ടു കഴിഞ്ഞാൽ അത് എവിടെയാ, നമ്മൾ ഏത് ക്വാർട്ടറിനാ നോക്കിക്കേ, ഇത് 90, ഇവിടെ വരെ 90 ആ, ഇത്രയും കൂടെ വരുമ്പോൾ 180 ആ അല്ലേ, ഇങ്ങനെ 180 ആയി. 180 മൈനസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എവിടെയാന്ന് വെച്ചാൽ ഇപ്പൊ 180 പ്ലസ് ആണെങ്കിൽ ഇങ്ങോട്ടങ്ങ് ചാടത്തില്ല, 180 ഓടിച്ച് കൂടി. പക്ഷെ 180 മൈനസ് എന്ന് പറഞ്ഞാൽ 180യെക്കാളും കൂടുന്നില്ല, 180 ഒന്ന് കുറയുക, അത് ഇവിടെ തന്നെ നിൽക്കുക എന്ന് പറഞ്ഞാൽ ഏത് ക്വാർട്ടറിന്റെ തന്നെയാ, സെക്കൻഡ് ക്വാർട്ടറിന്റെ തന്നെയാണ്. അപ്പൊ 180 മൈനസ് സൈൻ 45 അല്ലേ, സൈൻ 45 അത് പ്ലസ് ആണോ മൈനസ് ആണോ ചോദിച്ചു കഴിഞ്ഞാൽ പ്ലസ് ആണ്. കാരണം സെക്കൻഡ് ക്വാർട്ടറിലാണ് നിൽക്കുന്നത് ഈ ആംഗിൾ. സെക്കൻഡ് ക്വാർട്ടറിന്റെ സൈൻ എന്താണ്, പോസിറ്റീവ് അല്ലേ. ഫസ്റ്റ് ക്വാർട്ടറിൽ ഓൾ ആർ പോസിറ്റീവ്, സെക്കൻഡ് ക്വാർട്ടറിന് സൈൻ ആൻഡ് കൊസീക് പോസിറ്റീവ്, തേർഡ് ക്വാർട്ടറിന് ടാൻ ആൻഡ് കോട്ട് ഈസ് പോസിറ്റീവ്, ആൻഡ് ലാസ്റ്റ് ക്വാർട്ടർ ഫോർത്ത് ക്വാർട്ടർ കോസ് ആൻഡ് സീക്ക് ആർ പോസിറ്റീവ്. ASTC ഓൾ സൈൻ ടാൻ കോസ്. ഓക്കെ, അപ്പൊ അത് വെച്ചോണ്ട് സൈൻ 40 പ്ലസ് ആണ്, സൈൻ 45ന്റെ വാല്യൂ 1/√. അപ്പൊ അങ്ങനെ നമ്മൾ സൈൻ 135ന്റെ വാല്യൂവിനെ നമ്മൾ കണ്ടുപിടിച്ചു 1/√. അപ്പൊ ഇതിന് മുമ്പായിട്ടൊരു -2 ഉണ്ട്, അത് കഴിഞ്ഞിട്ടൊരു സൈൻ എക്സ് ഉണ്ട്. ഇതെല്ലാം കൂടെ ചെയ്ത് വേണം നമുക്ക് ഇനി ആൻസർ എത്തിക്കാൻ. അപ്പൊ ഇത്രയും ചെയ്യുമ്പോൾ ഇങ്ങും തെറ്റാതെ പോകണം, വളരെ സ്ലോയിൽ വേണം പോകാൻ. പിന്നെ കഴിവിനനുസരിച്ച് മുന്നോട്ട് സ്പീഡിൽ പോകണം. ഓക്കെ, നമ്മുടെ കഴിവ് നേടിയെടുക്കുക എന്നുള്ളതാ, അല്ലാതെ ട്രിഗണോമെട്രിക്ക് ഒന്നും മാറ്റമില്ല. ഇത് 5 വർഷത്തിന് മുമ്പും 10 വർഷത്തിന് മുമ്പും 20 വർഷത്തിന് മുമ്പും 30 വർഷത്തിന് മുമ്പും 40 വർഷത്തിന് മുമ്പും ഇത് തന്നെ എല്ലാവരും പഠിച്ചു കേട്ടോ. നിങ്ങൾക്ക് ഇനിയും ഇത് വന്ന് പാടാണെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് മാത്രമേ അത് കേൾക്കാൻ പറ്റുള്ളൂ, വേറെ ആരും കേട്ട് അതിനൊന്നും ഒരു കൺസിഡറേഷൻ തരില്ല. ഓക്കെ, ബാക്കി ആൻസർ ഇതാണ്, ദാറ്റ് ഈസ് -2 ഇൻറ്റു ഈ സൈൻ 135 അതിന്റെ വാല്യൂ നമുക്ക് കിട്ടി. എത്രയാണ്, 1/√. അപ്പൊ -2 ഇൻറ്റു 1/√2 ഇൻറ്റു ഇനി ആരുണ്ട്, ഒരു സൈൻ എക്സ് ഇവിടെ ഉണ്ട്. ഈ മൈനസ് ഉണ്ട് കേട്ടോ, ആദ്യം കിട്ടിയ ഒരു മൈനസാ, അവനും നമ്മുടെ വിട്ട് പോകുന്നില്ലെന്ന് തോന്നുന്നു കേട്ടോ. കളയണ്ട, കാരണം ആൻസറിൽ മൈനസ് ഉണ്ട്, പിന്നെന്തിനാ കളയണ്ട, അവിടെ കിടക്കട്ടെ. ഇനി ഇത്ര കിട്ടി, നമ്മുടെ ആൻസർ പോലെ ആയില്ല. നമ്മുടെ ആൻസറിൽ -√2 സൈൻ എക്സ് എന്നേ ഉള്ളൂ. ഇപ്പൊ നമ്മളെ കിട്ടുന്നത് 2 ഇൻറ്റു 1/√2 ആ. അപ്പൊ ഒരു സിംപ്ലിഫിക്കേഷൻ ആവശ്യമുണ്ട്. ഈ 2 എന്നുള്ളതിനെ നമുക്ക് എങ്ങനെ എഴുതാം? 2നെ നമുക്ക് ഇങ്ങനെ എഴുതാം, √2 ഇൻറ്റു √2. √2 ഇൻറ്റു √2 എന്ന് പറഞ്ഞാൽ വെറും 2 ആ. √a ഇൻറ്റു √a വെറും a, √b ഇൻറ്റു √b വെറും b, √2 ഇൻറ്റു √2 വെറും 2. അപ്പൊ വെറും 2നെ രണ്ട് √2ന്റെ പ്രോഡക്റ്റ് ആക്കാം. ഈ 2നെ ഞാൻ മൈനസ് ഇട്ട ശേഷം ഈ 2നെ രണ്ട് √2 ആക്കുന്നേ ഇങ്ങനെ. ഇൻറ്റു പിന്നെ ആരുണ്ട്, 1/√2 ഇൻറ്റു ആരുണ്ട്, പിന്നെയും സൈൻ എക്സ് എന്നുണ്ട്. അങ്ങനെ ഈ √2 എന്തായി പോയി, ക്യാൻസൽ ആയി. ബാക്കിയുള്ളത് ഇവിടെ ഒരു മൈനസും ഉണ്ട്, സൈൻ എക്സും ഉണ്ട്. ഫൈനൽ ആൻസർ ഈസ് -sin x. ഇതാണ് ഫൈനൽ ആൻസർ, -sin x അല്ലേ. പക്ഷെ ഇവിടെ ഒരു √2 ഉണ്ട്, അപ്പൊ -√2 sin x. ക്ലിയർ ആയല്ലോ. അപ്പോൾ ഒരു √2 വെട്ടിപ്പോയി കഴിഞ്ഞാൽ -√sin x. ഓക്കെ, അപ്പൊ RHS കിട്ടി. അപ്പൊ ഇത് നമുക്ക് അവസാനം എത്തുമ്പോൾ ഒരു സന്തോഷം, ഇതൊക്കെ തന്നെ അങ്ങോട്ട് ചെയ്യാൻ കിട്ടിയാൽ എന്ത് നല്ലതാണ് അല്ലേ. നമ്മളൊരു +1 പഠിക്കുന്ന ഒരു കുട്ടിയാകുമ്പോൾ ഇത്രയൊക്കെ തന്നെ ചെയ്യാൻ പറ്റിയാൽ പറ്റും, നിങ്ങൾക്ക് ഉറപ്പായിട്ടും പറ്റും. ശ്രമിച്ചാൽ പറ്റാത്ത ഒന്നുമില്ല നമുക്ക് ഈ +1ഉം +2ലും പഠിക്കുന്ന എന്നും. പിന്നെ സ്പീഡ്, അത് നമ്മൾ ഓരോരുത്തർക്കും ഒരു ഡിപ്പെൻഡ് ചെയ്ത് മാറ്റമുണ്ട്. അവരവരുടെ ആ കഴിവ് അല്ലെങ്കിൽ അവരൊരു വർക്ക് ചെയ്യുന്നത്, അവരുടെ സ്കില്ല്, ഇതെല്ലാം വെച്ചുകൊണ്ട് അതിനുള്ളിൽ മാറ്റമുണ്ട്. പക്ഷെ പഠിക്കാനുള്ളതൊക്കെ പഠിച്ചെടുക്കാൻ പറ്റുമെന്നുള്ളത് ഉറപ്പാണ്. നിങ്ങൾ ശ്രമിച്ചാൽ മതി. ടൈം അതിന് ഇൻവെസ്റ്റ് ചെയ്യണം, ടൈം ഇൻവെസ്റ്റ് ചെയ്യണം. നിങ്ങളുടെ ടൈം ഉണ്ടല്ലോ, നിങ്ങൾക്ക് തന്നേക്കുന്ന ടൈം, എല്ലാവർക്കും ഉള്ള പോലെ നിങ്ങൾക്കുണ്ട് ടൈം. നിങ്ങളത് പഠിത്തത്തിന് വേണ്ടി ഇൻവെസ്റ്റ് ചെയ്യണം. പഠിക്കാൻ വേണ്ടി മനസ്സ് കാണിച്ചാൽ ഇവനൊക്കെ സിമ്പിളായിട്ട് തലയോട്ട് കയറും. പിന്നെ നമ്മളെ പിടിച്ച കിട്ടത്തില്ല, അതുപോലെ മുന്നോട്ട് പഠിക്കാൻ കിട്ടും. പഠിക്കാൻ ഒത്തിരി ഉണ്ട്. നല്ലൊരു ജോലി നിങ്ങൾക്ക് സമ്പാദിക്കണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ ഇപ്പോഴേ നന്നായിട്ട് വർക്ക് ചെയ്യണം. അപ്പോൾ ക്ലാസ്സൊക്കെ ഇഷ്ടമായെങ്കിൽ മാക്സിമം ഒന്ന് ഷെയർ ചെയ്തേക്കണം. പിന്നെ നമുക്ക് ജോയിൻ ചെയ്യാം. അടിപൊളിയായിട്ടുള്ള ക്ലാസ്സുകൾ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് വരും. പിന്നെ നിങ്ങൾക്ക് ഫുൾ ക്ലാസ് കിട്ടിക്കഴിഞ്ഞാൽ, ഇതേപോലത്തെ ക്ലാസ് കിട്ടിയാൽ ഫുൾ മാർക്കും കിട്ടും. പിന്നെ എൻട്രൻസിലൊക്കെ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം. എൻട്രൻസ് ഒക്കെ നമ്മുടെ ക്ലാസ് ഉണ്ട്. ഇതെല്ലാം കൂടി ജോയിൻ ചെയ്യുമ്പോൾ ഒരു കോംബോ ഓഫറും കിട്ടും. ഓക്കെ, നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാനുള്ള നമ്പർ ഉണ്ട്, വാട്സപ്പിലോ അല്ലെങ്കിൽ ഫോളോ ചെയ്യാം. ഓക്കെ, അപ്പൊ എല്ലാവരും നന്നായിട്ട് പഠിച്ചു. എല്ലാവർക്കും ബെസ്റ്റ് വിഷസ്. ഗുഡ് ബൈ.